അപ്പൊ നമ്മളിവിടെ ഹലോ മൈ ഗൈസ്. അപ്പൊ നമ്മള് വേറൊരു ദിവസമാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളെ ബ്ലിച്ച് ചാനലിൽ നമ്മൾ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ എൻ്റെ തേർഡ് നീ വന്ന് മാറ്റിക്കോട്ടെ, സമ്മതിക്കൂ ഗൈസ്. പിന്നെ നിങ്ങൾ പറയൂ ഗൈസ്, ഞാൻ ഇനി ബ്ലിച്ചാൻ്റെ കൂടി എന്ത് ചെയ്യില്ലേ? നമ്മുടെ ബ്ലിച്ചാൻ ഇവിടെ ഉണ്ട്. അപ്പം ഇതെന്നാ ഈ പ്രശ്നം വരും ഗൈസ്. ഇതെന്ത് മീറ്റാന്ന് എനിക്ക് അറിയത്തില്ല. ഒരുമാതിരിക്കുന്ന ഫർണസിൽ കൊണ്ടിട്ട് നോക്കാം. സത്യം പറഞ്ഞ ഗെയിമിന്റെ ഒരു കുന്ത്രാണ്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഈ ഫർണസ് ക്രാഫ്റ്റിന്റെ അവിടെ അത്രയൊക്കെ അറിയത്തുള്ളൂ. സത്യം പറഞ്ഞ കേസ് ഇനിയൊന്നും അറിയത്തില്ല നമുക്ക്. ആ സാധനം കത്തത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. നമ്മള് ഇന്നൊരു ഡേ ഔട്ട് വിത്ത് നമ്മൾ സ്വന്തം ബ്ലിച്ചാനൊരു ഡേ ഔട്ടിന് വേണ്ടി നമുക്ക് കുറച്ച് ഫുഡ് വേണം. ചാടി എന്റെ വീടിനകത്ത് കയറാൻ ഇങ്ങനെ ധൈര്യം വന്നാണ് നിനക്ക്? കുക്കാവട്ടെ. അപ്പൊ നമ്മൾക്ക് സാധനം ഉണ്ടാക്കാം. ഇതൊന്ന് വേണം. അയ്യോ, ഇതൊന്ന് ഒരയണം കൂടെ വേണം. നമുക്ക് ഒരു പുതിയ അയൺ സോഡ് കിട്ടിയിട്ടുണ്ട്. നമ്മള് നമ്മളെ മീറ്റ് കുക്കായിട്ടുണ്ട്. ഫുഡ് ആവശ്യത്തിന് വേണം ഗൈസ് നമുക്ക്. ഇവിടെ നമ്മൾ കുറച്ച് കഴിഞ്ഞു. ഇങ്ങനത്തെ ഭാഗം മാത്രം കവർ ചെയ്തു ഗൈസ്. മതി. നമുക്ക് നമ്മളെ ബ്ലിച്ചാണ് കളിക്കല്ലേ? അയൺ സോഡ് വെച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുന്നു. നമുക്കിവിടെ കുറച്ച് കേട്ടുണ്ട്. ഈ സ്ഥലത്തൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമോ? അയ്യോ, നമുക്ക് പോ. ഞാൻ എത്തൂലി. വിടത്തില്ല പറഞ്ഞ വിടത്തില്ല. ഇവനെ ഞാൻ എന്റെ കൂട്ടുകാരനായിട്ടാണ് സ്വന്തം കൂട്ടുകാരനായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്.
വേണ്ടി ബ്ലിച്ചാണേ സഹോദര സുഖമാണോടാ? വെള്ളത്തിന്റെ അകത്ത് നിക്കണ്ട. നമുക്ക് ബ്ലിച്ചാണ് നാളെ രക്ഷിക്ക. അയ്യോ guys, we are in danger. guys, എന്റെ വീട്ടിൽ എന്തൊക്കെയാ നിക്കുന്നുണ്ട് ഓടിക്കോ അയ്യോ ബെഡ് അയ്യോ അതൊക്കെ എന്താ അപ്പം jauh. Oke, leash ഉണ്ടാക്കണം. അതിന് എന്തൊക്കെ വേണം? സ്പൈഡർ ദൂരെ എന്റെ ലീഷ് ഉണ്ടായിരുന്നു, എനിക്കറിയാം. ലീഷ് ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ ഗൈസ് ഈ ലീഷ് ഉണ്ടായ കാര്യം? ഓർക്കുന്നില്ല ആണ് സത്യം പറഞ്ഞുള്ള കാര്യം. റാബിറ്റൈലും ലെതർ എനിക്ക് ഉറങ്ങാമോ? guys, I am dead. എന്താണ്? Oh my gosh. നമ്മൾ ലീഷ് ഉണ്ടാക്കണം ഗൈസ്. ഞാൻ കുറച്ച് അഡ്വഞ്ചർ ഒക്കെ ചെയ്തിട്ട് വരാം. പിന്നെ ഞാൻ കണ്ടിരുന്നു ഗൈസ്, ഞാൻ കൊറേ എന്റെ ജീവനൊക്കെ കണ്ടോ ഗൈസ്. ഞാൻ കൊറേ ഫൈറ്റ് ചെയ്ത് 64 ലെഡ്. ഒരു സ്പൈഡറിനെ കൊണ്ട് എത്ര ലെഡാന്ന് കിട്ടണേ. പക്ഷേ ഒരു സ്പൈഡർ അതേപോലത്തെ സാധനം ഇങ്ങനെ കിട്ടി. ഞാൻ വെറുതെ ഇങ്ങനെ സ്പാമ് ക്ലിക്ക് ചെയ്തോണ്ടിരുന്നപ്പോഴേ കൊറേ വന്നു. അപ്പൊ ഒരു യൂട്യൂബ് പിന്നെ എന്റെ ടാർഡൻ മറ്റേ അണ്ടർ സീയിൽ പോയിരുന്നു ഗൈസ്. സീൻ്റെ അകത്ത് ഇട്ട് ഞാൻ ഇങ്ങനെ പോയിരുന്നപ്പോ എനിക്ക് ഒരു ചെസ്റ്റ് ഒക്കെ തുറന്നപ്പോ കിട്ടിയതാണ് ഗൈസ്. ഞാൻ അത്ര പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു ഇത്രയും 2 ചെസ്റ്റ് ഒക്കെ ഒത്തു വെച്ച സ്പേസ് കൂടും. ഇങ്ങനെ പകുതി ഇങ്ങോട്ട് പകുതി ഇങ്ങോട്ട്. ഇപ്പൊ നമുക്ക് ഒരു ലീഷിന്റെ കാര്യം മതി. നമുക്ക് ഒരു ലീഷിന്റെ കാര്യം മതി ഗൈസ്. പിന്നെ നിങ്ങൾ പറയൂ ഗൈസ്, യു ലൈക്ക് മൈ പ്ലേ. ഓ നമുക്ക് ഈ ടാർഗം വെച്ച് എന്താന്തോ എനിക്കൊന്നും അറിയത്തില്ല. ഓ അടിക്കുന്നതാണ് കേട്ടോ. ഇല്ല ഞാനൊന്നും ചെയ്യുന്നില്ല. നീ പറഞ്ഞ വാമലുണ്ട്. ഇത് രാത്രിയായോ? ഓടിപ്പോയിക്കോ ഗൈസ്. കഴിഞ്ഞ ഈടാ പൊട്ടാ, നിനക്ക് വേണ്ടി ഞാൻ എത്ര ലീഷ് ഉണ്ടാക്കിയെന്നാ. ഇപ്പൊ ലീഷ് വേണ്ട ഗൈസ്, അല്ല അത്യാവശ്യം വേണം മതി. നമുക്കിപ്പൊ കുറച്ച് സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് പോവേ വേണ്ട.
നമുക്കിനി ആർമർ വേണം ഗൈസ്. ആ പശുവെ കൊല്ലുമ്പോ ലെതർ എന്താ കിട്ടത്തില്ലേ? ഓ, ഓ, ചത്ത് 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 ചത്ത്. അവിടെ മൈനിങ്ങിന് പോവാം നമുക്ക്. ഇപ്പൊ മൈനിങ്ങിന് പോവാം ഗൈസ്. ഇവിടെ ബോണൊക്കെ കിടക്കും. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. ഓ നീഷ്. ഓ ക്രിയേറ്റീവ് പറത്തി കൊണ്ടുവന്നത് പറക്കോ ഗൈസ്. എടാ ഇങ്ങനെ അകത്തോട്ട് കയറാ. എടാ ഇങ്ങനെ അകത്തോട്ട് കയറാൻ. റൈഡ് തന്നെ ഗൈസ്. റൈഡ് എന്നെ വളർത്തുന്ന ഒരു വലിയ കാര്യമാണ്. പോകാതിരുന്നാണ് അവിടെ നിന്നാണ് മൈനിങ് യൂസ്. പിക്കാക്സ് അല്ലതല്ലേ? പിക്കാക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇല്ലല്ല. പിക്കാക്സ് ഒക്കെ ഉണ്ടാകാൻ പറ്റുമോ? ഒരയാണ് കൂടി വേണം. ലെതർ ആർമർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ലെതർ വേണം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെ പശു നല്ലത്. പശുവേ നീ ലെതർ തരുവോടോ എനിക്ക്? ലെതർ തരും. നമുക്ക് ഹെൽമെറ്റ് എനിക്ക് ഇത്ര ലെതർ നന്നായിരിക്കും. ലെതറിന് ആവശ്യമില്ല. ഡുവൽ നമുക്ക് ഫുഡ് വേണം. എല്ലാരും കൊല്ലണം ഗൈസ്. നമുക്ക് അൽഫാമൊക്കെ കിട്ടൂടണ്ടേ? അത് കോഴി. അയ്യോ കുട്ടി കോഴി. കുറച്ച് കോഴികളെ വളർത്തണം ഗൈസ്. കോഴി, പശു, പാമ്പ്, അതേപോലത്തെ എനിക്ക് കണ്ടി കാണുന്നുണ്ട്. കോഴിയുണ്ട്. ഈ കോഴി മുട്ട തരുമായിരിക്കും അല്ലേ? കോഴി സോറി കോഴി. അങ്ങോട്ട് വാടാ. സോറി ലാസ്റ്റ് പറയണ്ട. പറഞ്ഞാൽ ചിലപ്പോ ആൾക്കാർക്ക് മനസ്സിലാകും. നമ്മള് സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്റ്റോൺ ഹൗസ് ആണ് ഗൈസ്. നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു വീടാണ്. അതിനുവേണ്ടി നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക പ്ലീസ്. കൽപ്പിക്കാം. അപ്പൊ നമുക്ക് സ്റ്റിക്സ് വേണം. ഉണ്ടാക്കാൻ വുഡില്ല. എന്തോ കേട്ടു ഗൈസ്. ദ്രോഹം വിളിക്കണം. ഇവിടെ എവിടെയോ അല്ലേ? ഇവിടെ തന്നെ കുറച്ച് സ്റ്റിക്ക് ഒക്കെ ഉണ്ടാക്കണം. ലാഗ്. ഈ ചെടിക്ക് എന്താ? മര എന്തെങ്കിലാട്ട്. എന്താ വെറുതെ നിന്നിട്ട് ഒരു ചെടിക്ക് വിശക്കുന്നേ? എന്താണ് എന്താ പ്രശ്നമെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. മൈൻക്രാഫ്റ്റിലെ പ്രശ്നമാണോ എന്റെ പ്രശ്നമാണോ? എനിക്കൊന്നും അറിയത്തില്ല. അതാണ് ഗൈസ് പ്രശ്നം.
അടുത്ത പ്രശ്നം അതാണ്, എനിക്കൊന്നും അറിയത്തില്ല. ആദ്യത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഓവർ പവേർഡ് ആണ് നമ്മുടെ ഈ സ്റ്റോൺ പിക്കാക്സ്. നെതറൈറ്റ് പിക്കാക്സിന്റെ പകുതിയൊക്കെ വരും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഒരു സ്കെലട്ടൻ നിൽക്കുന്നതൊക്കെ? അയ്യോ, ഇനി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇരിക്കട്ടെ. നമുക്ക് ഉടയ്ക്കണ്ടേ, നമുക്ക് പിക്കാക്സ് ഉണ്ടാകട്ടെ. 3 പിക്കാക്സ് നമുക്ക് ഉണ്ടാക്കി. പിന്നെ നമുക്ക് ഫൈറ്റിംഗ് റിസോഴ്സസ് ഒക്കെ അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒന്ന് മൈനിങ് ചെയ്യ്. ലാഗ് 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 ലാഗ്. സോബി ഇങ്ങോട്ട് പോവേ വേണ്ട. കാല് ഒരു നമ്മള് മുമ്പേ മൈൻ ചെയ്ത സ്ഥലത്ത് തന്നെ അവിടെ കുറെ സ്റ്റോണൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ മൈൻ ചെയ്ത് പോകുമ്പോ അയണും സ്റ്റോൺ അതൊക്കെ കിട്ടുമായിരിക്കും. അയൺ പിന്നെ അത് കോപ്പർ അത് ഗെയിമിനകത്ത് വന്നെന്ന് ഞാൻ കേട്ടു. പക്ഷെ നമ്മള് മൈൻ ചെയ്തിട്ടില്ലല്ലോ. അത് നമ്മൾ നോക്കണ്ടേ. നമ്മള് മൈൻ ചെയ്ത സ്ഥലം ഇതാണ്. ഓ ഡൈഡ്. പേടിയാണ്. കേറിയാലേ ചിലപ്പോഴേ പണി പാളാൻ ചാൻസ് ഉണ്ട്. അയ്യോ ഗായ്സ്, ഇവിടെ ഭൂതമുണ്ട്. നമുക്ക് വൂളുണ്ട്, 5 വൂളുണ്ട്. നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുന്നു. പക്ഷേ ബെഡ് ഉണ്ടാക്കാൻ ബെഡ് ഉണ്ടാക്കി. ഇറങ്ങാൻ പറ്റുന്നില്ല. ഇറങ്ങി. ഓ പേടിയാന്ന് ഗീസ്. പേടി. ടെൻഷൻ. രാത്രിയായ പിന്നെ ഫുൾ പ്രശ്നമാണ് ഗീസ്. എവിടുന്നൊക്കെ വരും. ഞാൻ കാണിച്ചുതരാം ഗൈസ് ഇതിന്റെ ഓവർ പവർ. നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. വിളിച്ചേ ഞാൻ അങ്ങോട്ടേ മൈനസ് ഉണ്ട് ഗൈസ്, പക്ഷെ പോവാത്തയാണ്. അയ്യോ, അത് പട്ടിക്കുട്ടിയല്ലേ? ശബ്ദമല്ലേ ഞാൻ കേൾക്കുന്നത്? പട്ടിയാ പൂച്ച എന്താ? നമുക്ക് കുറച്ച് അയൺ വേണം. അയൺ സ്റ്റോൺ എടുക്കാം. പക്ഷെ നിങ്ങൾ കണ്ടല്ലോ എത്ര ഓവർ പവർ ആണ്. ഇങ്ങോട്ടേ മൈൻഡ് ചെയ്ത് പോ. ടോർച്ച് 1. ഞാൻ സത്യം പറയട്ടെ, നിങ്ങൾ മനസ്സിലായോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ആ ലെഡ് ഉണ്ടല്ലോ, ഞാനേ ഒരു കാര്യം ചെയ്താണ് എടുത്തത്. ക്രിയേറ്റീവ്. സോറി ഗൈസ്, സോറി. ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാലേ ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ഇങ്ങനെ തന്നെ വേണം. കുറച്ചൊക്കെ ക്രിയേറ്റീവ് അതൊക്കെ വേണം. ശരി. ഗൈസ് താഴോട്ട് മൈൻഡ് ചെയ്ത് പോ. ബെഡ് ഉണ്ടല്ലോ. കോപ്പറിന്റെ ബഹളം. ഗൈസ് കോപ്പറിന്റെ വിളയാട്ടം.
ഗൈസ് കോപ്പറേറ്റീവ് നല്ല ഉപയോഗമാണ്. ഫർണസ് അങ്ങനത്തെ സംഭവം കത്തിക്കാനുണ്ടല്ലോ, അതിനകത്തങ്ങ് ഇട്ടാ മതി, കത്തി കയറും. ഈ കോപ്പർ ഇരിക്കുന്ന സ്ഥലത്തായിരിക്കും ഗൈസ് ഗോൾഡ് കൂടുതലുള്ളത്. ഗോൾഡ് എന്ന് അയൺ കൂടുതലുള്ളത്. ബെഡ് ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കേ, കുറച്ച് കല്ലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ 60 കല്ലാണ്. നമുക്ക് ഒരു കോപ്പറും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കുന്നതാണ്. നമുക്ക് ഓടിക്കോ 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 ഓടിക്കോ, എങ്ങോട്ടാന്നാ ഓടിക്കോ ഓടിക്കോ. നമുക്ക് ഈ സാധനം ഫർണസിനകത്ത് നമുക്ക് കോഴി മുട്ട ഇട്ടോ. മുട്ട ഞാൻ വെറുതെ പറഞ്ഞ. നമുക്കൊരു കോഴി ഇങ്ങോട്ട് എടുക്കാം. കോഴി, നീ എന്റെ മുട്ടയെ വലുതാക്കണം. അയ്യോ, ഞാൻ മുട്ട എടുത്തു വയസ്. എന്നെ മുട്ടയിലേക്ക് നീ ഇങ്ങടെ വാടാ, എടാ ഇങ്ങടെ വരേ. എടാ കോഴി വന്നു പോയി. ഈ അഴുക്ക കോഴിയെ രാത്രി കോഴി ഡീഷിട്ട് പേടിയാന്ന് എനിക്ക് ഈ കോഴിയെ കണ്ടപ്പം. എന്നെ ഒളി ഇറങ്ങി പോയാലാണ് കോഴി. നിന്നെ ഞാൻ ചുട്ട് കറി വെച്ച് തിന്നെ. വളരെ കേൾക്കൂടാ നീ. നിനക്ക് അറിയാനുള്ള എത്ര കഷ്ടപ്പാടാണെന്ന്. അത് പോട്ടെ. ബാക്കിൽ കൂടെ ഒരു ഡോർ ഉണ്ടാക്കാം, സൈഡിൽ കൂടെ. ഓ, ഈ ഫെൻസ് ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ ഫർണസിൽ കുറച്ച് സാധനങ്ങൾ വെക്കാണ്ട്. പെട്ടെന്നാവുന്നു നിങ്ങൾ ഈ ഒരു സാധനം എന്തിനാന്തോ. കോഴിയൊക്കെ ഒറ്റടിക്ക് ചാവൂ. ഓ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലിച്ചാന്റെ കൂടെ പകുതിയായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഇവിടെ നിർത്തുകയാണ് ഗൈസ്. നമ്മുടെ ബ്ലിച്ചാന്റെ കൂടെയുള്ള ഒരു വീഡിയോ ഞാൻ നിർത്തിയാണ്. പിന്നെ പക്ഷെ ഈ സാധനത്തിന് വേറെന്താ, ഈ ട്രൈഡന്റ് ഈ സാധനം എനിക്ക് അണ്ടർ സീൻ കിട്ടിയ എന്റെ അകത്ത് പോയപ്പോ കിട്ടിയതാ. സത്യത്തിൽ അകത്ത് പോയപ്പോ കിട്ടിയേ. അപ്പം ബ്ലിച്ചാന്റെ കൊടുത്ത ഒരു ദിവസം നമ്മൾ ആഘോഷിച്ചു ഗൈസ്. അത് എന്റെ ട്രൈഡന്റ് അതോടെ എടുത്തിട്ട് നമുക്ക് അവസാനിക്കാം. അയ്യോ, എന്റെ ട്രൈഡൻ പോയേ. എത്ര കഷ്ടപ്പെട്ടാന്നേ കണ്ടുപിടിച്ചത്. ട്രൈഡൻ പോയ അങ്ങ് ആകാശത്ത് പോയിന്നാ.
ഗായ്സ് ചത്തു ഗായ്സ്. ട്രൈഡം പോയി 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 ട്രൈഡം പോയി. ട്രൈഡനെ കണ്ട് കളഞ്ഞു ഞാൻ. അയ്യോ അതിന് ആകാശ്. നമുക്ക് ക്രിയേറ്റീവ് ഗൈസ് ബൈ.